ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ദം മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് ദം ഇട്ടിട്ടുള്ള ഒരു മന്തിയാണ്. അതുപോലെ നമ്മൾ ചിക്കൻ സ്റ്റോക്കൊന്നും ഈ ഒരു മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള മന്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കന്നഡയുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ മന്തിയുടെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്ത സമയത്ത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് തൊലിയോട് കൂടിയുള്ള ചിക്കൻ തന്നെ എടുക്കണോ എന്നുള്ളത്. തൊലിയോട് കൂടിയുള്ള ചിക്കൻ എടുക്കുമ്പോഴാണ് മന്തിയുടെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി തൊലി ഇല്ലാത്ത ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാം, പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ തൊലിയോട് കൂടിയുള്ള ചിക്കൻ തന്നെ വേണം. ഞാനിപ്പോൾ ഇവിടെ 2 ചിക്കൻ എടുത്തിട്ടുണ്ട്, അതും ചെറിയ ചിക്കൻ തന്നെ എടുക്കാം കേട്ടോ. 900 ഗ്രാമിൻ്റെ 2 ചിക്കനാണ് ഞാനിപ്പോൾ ഈ റെസിപ്പിയിലോട്ടായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഫ്രോസൺ ചിക്കനാണ്. ഇത് കട്ട് ചെയ്ത ശേഷം തൊലിയോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുമ്പം ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടാണ് മന്തി ഉണ്ടാക്കാറ്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി കേട്ടോ. അപ്പോൾ ഇത് സ്പൈസ് പൗഡേഴ്സാണ് നമ്മളിപ്പോൾ അതിന് പകരം ചേർക്കുന്നത്, ചിക്കൻ സ്റ്റോക്കിന് പകരം. അപ്പോൾ അതിനായിട്ട് 2 ടീസ്പൂണ് പച്ചമല്ലി, 2 ടീസ്പൂണ് കുരുമുളക്, ഒരു വലിയ ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഗ്രാമ്പു ഒരു ചെറിയ ടീസ്പൂണ്, പിന്നെ ഏലയ്ക്ക ഒരു 10-15 എണ്ണം, അതുപോലെ പട്ട ഒരു 2-3 പട്ട. ഇത് ഇത്രയും സ്പൈസസ് നമ്മൾ ചേർക്കുന്നത് 2 ചിക്കനിലോട്ടാട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ചിക്കനിലോട്ടാണെങ്കിൽ ഇതിലും കുറവ് മതിയാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും പറയുവാണ്, ഇത്രയും സ്പൈസ് പൗഡേഴ്സ് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നത് 2 ചിക്കനിലോട്ടാണ്. അപ്പോൾ ഒരു ചിക്കൻ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും കേട്ടോ. സ്പൈസ് പൗഡേഴ്സ് കൂടിപ്പോയാലും പ്രശ്നമാണ്. അതുപോലെ എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കുറച്ചെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്കതിലോട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആ ബ്ലെൻഡറിൻ്റെ ജാറിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ആക്കുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് അധികം ചേർക്കാറില്ല. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ മസാല തേച്ചിട്ട് കുറച്ചുകൂടെ ഒരു ഉപ്പ് മുന്നിട്ട് നിൽക്കണമല്ലോ. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ കുറച്ചൊരു ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കാറുണ്ട്, ചോറിലും കൂടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ ആവും വേണ്ട. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട, നന്നായിട്ട് ഇത് ഒന്നുകൊണ്ട് കമ്പൈനായിട്ട് വന്നാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കന് ഒരു വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏത് പാത്രത്തിലാണോ മന്തി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്യൂർ വെച്ചിട്ടോ ഒന്നും ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ അകത്തേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാരിനേഡ് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ മസാല പൗഡറും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വിനാഗിരിയും ഉപ്പും എല്ലാം കൂടി നമ്മൾ ബൗളിലിട്ടിട്ടല്ല മിക്സ് ചെയ്തത്. അതിന് പകരം നമ്മൾ ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് തന്നെ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ബൗളിൽ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ ഇതിലോട്ടൊരു നല്ലൊരു ഭംഗിയുള്ള കളർ കിട്ടാൻ വേണ്ടി നമ്മൾ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കും. അതൊട്ടും നിർബന്ധമില്ല, പക്ഷേ മന്തി ആകുമ്പോൾ നമുക്കൊരു റെഡ് കളറിലായിരിക്കണമല്ലോ ചിക്കൻ, അതുകൊണ്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ ഓറഞ്ച് റെഡിൻ്റെ ടൈഗർ ബ്രാൻഡിൻ്റെ ഓറഞ്ച് റെഡ് എടുക്കുക. ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. കുറച്ച് പൗഡർ എടുക്കുക. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ആ പൗഡറായിട്ട് തന്നെ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതൊട്ടും നിർബന്ധമില്ല. പിന്നെ മന്തി ആകുമ്പം ആ ഒരു റെഡ് കളർ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ടേസ്റ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ കാണാൻ ലുക്കില്ല എന്നൊക്കെ തോന്നും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 3/4 കപ്പോളം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ മുമ്പ് മന്തി എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സെയിം റെസിപ്പി തന്നെയാണ്. പക്ഷേ ഇതിൽ ക്യാപ്സിക്കം ഞാൻ ചേർത്തിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് ഇവിടെ ക്യാപ്സിക്കം സ്റ്റോക്ക് ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. പകരം ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചേർത്താൽ മതി, പച്ചമുളക് വേണ്ട. ഇനി പച്ചമുളക് ഞാനിപ്പോൾ കാണിച്ച പോലെ കട്ട് ചെയ്തിട്ട് ഇടാണ്ട് നേരെ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഞാനിവിടെ പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ആ പച്ചമുളകിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത്. അപ്പോൾ എനിക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയത് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഇത്തൻ്റെ അടുത്ത് നിന്നാണ്. അപ്പം മാളുത്താത്ത നമ്മൾ വിളിക്കാറ്. അപ്പം അവരെപ്പോഴും വീട്ടിലിത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ബ്രദർ എപ്പോഴും പറയും നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. റെസിപ്പി അവർ തന്നെ തന്നത്. എന്തായാലും താങ്ക്സ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ അങ്ങനെ അവിടെ ഇരിക്കട്ടെ കേട്ടോ. അതിന് ശേഷം മാത്രം നമ്മൾ അരി വേവിക്കാൻ വെച്ചാൽ മതി. അരി റെഡിയായ ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കുന്നത് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എടുക്കേണ്ട അരി സെല്ല ബസ്മതി റൈസ് തന്നെയാണ്. മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ഗോൾഡൻ റൈസ് തന്നെ എടുക്കണം. നമ്മൾ സാധാ ബസ്മതി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതാണ് ഡിഫറൻസ്. വൈറ്റ് റൈസും ഉണ്ട്, അതുപോലെ ഗോൾഡൻ റൈസും ഉണ്ട്. ഗോൾഡൻ റൈസ് വെച്ചിട്ട് മന്തി ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ, ശരിക്കുള്ള മന്തിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കിലോ സെല്ല ബസ്മതി റൈസ് ഗോൾഡൻ റൈസാണ് എടുത്തിട്ടുള്ളത്, 2 ചിക്കനിലോട്ട് കേട്ടോ, 2 ചെറിയ ചിക്കനിലോട്ട്. അപ്പോൾ നമ്മുടെ അരി തിളപ്പിക്കാനുള്ള വെള്ളം അവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് പച്ചമല്ലി, കുരുമുളക്, ചെറിയ ജീരകം, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. 1 കിലോ അരിയിലോട്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് തിളക്കട്ടെ. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അരിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നാണ്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അരി നമ്മൾ സോക്ക് ചെയ്ത് വെക്കേണ്ടതൊന്നും ആവശ്യമില്ല, കഴുകിയിട്ട് നേരെ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ അരി നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇത് നമ്മൾ ദം മന്തിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ദം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദപ്പൊടിയിട്ടൊരു മാവ് ഉണ്ടാക്കുന്നുണ്ട്. മൈദയും വെള്ളം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, പച്ചവെള്ളം കേട്ടോ ചേർത്തിട്ടുള്ളത്, കുറച്ച് മാത്രം മതി വെള്ളം. എന്നിട്ട് ഒരു മാവ് പരുവത്തിലാക്കിയെടുക്കുക. അത് ഭയങ്കര കാര്യമായിട്ടൊന്നും കുഴച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മാവ് പരുവത്തിലാക്കിയെടുത്താൽ മതി. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ദം ഇടുമ്പോൾ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വെള്ളം അവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കളറ് കുറച്ചൊന്ന് മാറിയത് കണ്ടോ, നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരി നന്നായിട്ട് കുക്ക് ചെയ്യണം. 100% തന്നെ അരി കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞാൽ അരി ഒരുപാടൊന്നും വേവൊന്നും ഇല്ല, അപ്പോൾ അതൊന്നും പേടിക്കേണ്ട. അപ്പോൾ നന്നായിട്ട് കുക്കായിക്കോട്ടെ. ചോറ് നല്ലോണം റെഡി ആവണം. പക്ഷെ നമ്മൾ ചിക്കൻ അധികം റെഡിയാക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചോറ് നന്നായിട്ട് റെഡി ആയിട്ട് മാത്രമേ നമ്മളത് ഊറ്റിയെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചോറ് അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കന് ഞാനിപ്പോൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 5 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ ദാ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഊറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കാരണം എല്ലാ വശവും കുക്കായി കിട്ടും വേണം. പിന്നെ ഇത് 2 ചിക്കൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്താ പറയുക, കൺജസ്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത്. വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, 5 മിനിറ്റിൽ കൂടുതലൊന്നും നമ്മൾ ഈ ഹൈ ഫ്ലെയിമിൽ ഈ ചിക്കന് വെക്കരുത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് അവിടെ റെഡി ആവുന്നുണ്ട്. ചോറ് ഏകദേശം റെഡിയായി തുടങ്ങുമ്പോഴാണ് ഞാൻ ഇവിടെ ചിക്കൻ അവിടെ വേവിക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചോറ് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ചോറ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അത് നമ്മൾ ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മുഴുവനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കാരണം നമ്മൾക്ക് ഇത് ദമ്മിടുമ്പോൾ അടിയിൽ കുറച്ച് ഓയിലും വേണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോവും. പിന്നെ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് അടുപ്പത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പറ്റില്ല. ശരിക്കും നമ്മൾ ദം മന്തി ഉണ്ടാക്കേണ്ടത് അടുപ്പത്താണ്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലല്ലാണ്ട്. പക്ഷേ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്റ്റൗവിലാണ് കുറച്ചുകൂടെ സേഫ്, കാരണം അടി പിടിക്കാണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും 2 ലെയറായിട്ടാണ് ചോറ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചോറ് ഓൾറെഡി കുക്കായിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ചിക്കന് നന്നായിട്ട് കുക്കാവാനുണ്ട്. അപ്പോൾ നമ്മളിത് ദം ഇട്ട് കൊടുക്കുകയാണ് ഇനി. അപ്പോൾ അതുപോലെ അരി ലെയർ ഇത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ലാസ്റ്റ് നമ്മൾ ബാക്കിയുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തു.
പിന്നെ ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ദമ്മിടുകയാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദമാവ് ഉണ്ടല്ലോ, അതിങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പം അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രത്തിലായിരിക്കുമല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കനലൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ദമ്മിടാൻ കേട്ടോ. താഴെ കുറച്ച് കനൽ പാടുള്ളൂ, മുകളിലും നമ്മൾ കനലിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വശത്തും നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്ന പോലെ തന്നെ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ അതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എയർ പുറത്ത് പോകാണ്ടിരിക്കാനാട്ടോ. അപ്പോൾ ഇതിൻ്റെ അടപ്പ് ഇതാ ഈ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അടക്കുന്നില്ല, കാരണം നമുക്ക് ഇതിൻ്റെ മുകളിൽ കനലിടാനുള്ളതാണ്. അപ്പോൾ കനലിടുന്ന ഒരു തരിക തന്നെ അല്ലെങ്കിൽ ഒരു ലിഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുകളിൽ കനലിട്ടിട്ടാണ് അതിൻ്റെ ആ ഒരു കളർ അങ്ങനെ മാറിയിട്ടുള്ളത് ലിഡിൻ്റെ. അപ്പോൾ പഴയ ലിഡ് തന്നെ എടുക്കുക കേട്ടോ, ഇതുപോലെ കനലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കനൽ നമ്മളിപ്പം അരി വേവിച്ചിട്ടുള്ള കനലുണ്ടല്ലോ, അതെടുത്തിട്ടാണ് നമ്മളിതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ താഴെയും ചൂടുണ്ട് മുകളിലും ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കനലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ദം മന്തി. ദമ്മിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അടുപ്പത്ത് സേഫായിട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അടുപ്പത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇങ്ങനെ ദമ്മിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ താഴെ നല്ലോണം ചെറിയ ഫ്ലെയിമിൽ, ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. താഴെ മുകളിൽ ഇതുപോലെ കല്ലും വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുക കേട്ടോ. അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി. കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ആ ഒരു സ്റ്റീമിൻ്റെ അതുകൊണ്ട് മുകളിലെ റൈസൊക്കെ ഭയങ്കര ഡ്രൈ ആയി പോകും, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഉടനെ തന്നെ സെർവ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ആ കനലെടുത്ത് മാറ്റിയാൽ മതി. നമ്മൾ ദമ്മ് പൊട്ടിക്കുക, ഇതിന് പറയാം ദമ്മ് പൊട്ടിക്കുക എന്നാണ്. ദമ്മ് പൊട്ടിക്കുന്നത് സെർവ് ചെയ്യുന്ന നേരത്തായിരിക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരിക കേട്ടോ. അപ്പോൾ അത് നമ്മൾ മൈദപ്പൊടി വെച്ചിട്ട് സീൽ ചെയ്തുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ആവി പുറത്തേക്കൊന്നും പോയില്ല. അപ്പോൾ തുറക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും. അത് അറിയുന്നുണ്ടാവും, നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദമ്മ് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സ് തന്നെയുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സ്റ്റെപ്പ് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ദമ്മ് പൊട്ടിക്കൽ. അപ്പോൾ അതാ നമ്മൾ ചോറ് ആദ്യം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് താഴെയുള്ള ചിക്കനും റൈസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. മുകളിലെ വൈറ്റ് റൈസ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം, കാരണം ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണമല്ലോ. മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചിക്കനിലെ മസാലയും എല്ലാം കൂടിയാണ് നമ്മുടെ മന്തി റൈസിലെല്ലാം കൂടിയാണ് റെഡി ആവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് റൈസ് മാറ്റി വയ്ക്കുക, എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ മന്തി, ചിക്കൻ സ്റ്റോക്കൊന്നും ചേർക്കാത്ത നല്ല പെർഫെക്റ്റ് മന്തിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക, കളറും കൂടി ആഡ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാവും. പിന്നെ പൊതുവേ മന്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ. കാരണം സവോള, തക്കാളി അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ റെഡിയാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിലോട്ട് അതൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പേഴ്സണൽ സജഷൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ചോദിക്കും മുമ്പത്തെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്തുള്ള മന്തിയും ഈ ഒരു മന്തിയും കൂടി വെച്ച് നോക്കുമ്പോൾ ഏതാ ടേസ്റ്റ് എന്നുള്ളത്. ചിക്കൻ സ്റ്റോക്ക് വെച്ചിട്ടുള്ള മന്തി തന്നെയാണ് ടേസ്റ്റ്. ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ആ ചിക്കൻ സ്റ്റോക്ക് വെച്ചിട്ടുള്ള മന്തി തന്നെയായിരിക്കും. അത് ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മന്തിയാണ്. ഇത് നമ്മൾ ചിക്കൻ സ്റ്റോക്കൊന്നും ചേർക്കാണ്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ എക്സ്ട്രാ ഫ്ലേവറിനായിട്ടൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഇച്ചിരി ടേസ്റ്റ് കുറവുണ്ടാവും. എന്നാലും ചിക്കൻ സ്റ്റോക്കൊന്നും യൂസ് ചെയ്യാത്തവർക്ക് നല്ല പെർഫെക്റ്റ് മന്തി ആയിട്ടത്. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ സ്പൈസ് പൗഡേഴ്സൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു വേറൊരു ടേസ്റ്റാണ്. അത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.